Good morning. Good morning, ma'am. Good morning, ma'am. Good, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. പറ്റുന്നില്ലേ? ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Yes, കേൾക്കാണ്ടാണ്. Yes, ma'am. ഓക്കെ. ഓക്കെ, അപ്പൊ പ്രയർ ആരാണ്? പ്രയർ മാം ഞാനാണ്. ആ, ഓക്കെ. പേരെന്താണ്? അശ്വതി ദേവ്. ആ, ഓക്കെ. Okay. God's love is the care, tending each everyone. God is love, God is good, God is beauty, praise Him. God is beauty, praise Him. We sing God's praises, we sing His great love. We are His children. God is beauty, praise Him. God is beauty, thank Him. Sing a loud, 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 sing a loud, loud, loud. God is beauty, praise Him. God is beauty, thank Him. ഓക്കെ. Then signing. ഞാനാണ് മാം. Good morning, everyone. I'm Rachel. It is with great respect and admiration that I extend a heartfelt welcome to our esteemed teacher Ashwati ma'am. On behalf of all of us here today, we are truly honored to have you with us. Welcome, ma'am. Thank you. Okay. Then thought of the day. ഞാനാണ് മാം, രശ്മി രാജൻ. Good morning, everyone. I am Rashmi Rajan. Thought of the day: success doesn't come from what you do occasionally. It comes from what you do consistently. That means achieving success is not about putting in effort once in a while or when you feel motivated. True success comes from showing up every day, stay disciplined, and doing the necessary work regularly. Even it is hard or boring, small, consistent actions over time lead to big results. Thank you all. Okay. അപ്പൊ നമ്മളിന്ന് പുതിയ ചാപ്റ്റർ അല്ലേ എടുക്കുന്നേ? ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ പ്രഥമല്ലേ? എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? എന്താ? ഇല്ല മാം, തുടങ്ങിയില്ല. മാം എടുത്തില്ല. ഇല്ല മാം, തുടങ്ങിയിട്ടില്ല. എടുത്തിട്ടില്ല മാം. ഓക്കെ. WHO ഡെഫിനിഷൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ. ഓക്കെ, അപ്പൊ യൂണിറ്റ് 7 ആണ്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ PDF-ലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് ഹെൽത്ത് കെയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു ഡെഫിനിഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. WHO ഒരു ഡെഫിനിഷനാണ്. ഓക്കെ, ഹെൽത്തിനെ കുറിച്ച് WHO പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. നിങ്ങള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ ഷംസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. WHO ഒരു ഡെഫിനിഷൻ പറയുന്നില്ലേ? PDF-ൽ കൊടുത്തിട്ടില്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ് ആ ഡെഫിനിഷൻ? ബാലൻസിംഗ് ഓഫ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഹെൽത്ത്. WHO defines health as mental, physical and social well-being. അല്ലെ? അതായത് ലോകാരോഗ്യ സംഘടന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്
ഹെൽത്ത് എന്ന് പറയുന്നത് ഒരാൾ ആരോഗ്യവാനായിരിക്കുന്നത് എപ്പോഴാണ്, ഏത് കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ്? അതായത് ആ വ്യക്തി മെന്റൽ വെൽബീങ്, അതായത് മാനസികവും അതുപോലെ തന്നെ ഫിസിക്കൽ ശാരീരികവും അതുപോലെ തന്നെ സോഷ്യൽ സാമൂഹികമായിട്ടും വെല്ലായിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി എന്താവുക, ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മുടെ ബോഡി ഭയങ്കര ഫിറ്റ് ആണ്, ഓക്കെ, നമുക്ക് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, നമ്മൾ ജിമ്മിൽ പോകുന്ന ആളാണ്, ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്, പക്ഷെ വീട്ടിൽ നമുക്ക് ചെന്നാൽ മനസ്സമാധാനം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ, വെല്ലാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. No, ma'am. ഇല്ല അല്ലെ? ഓക്കെ, കുറെ അധികം നമുക്ക് പണമുണ്ട്, ക്യാഷ് ഉണ്ട്, നല്ല വീടുണ്ട്, വലിയ വീടുണ്ട്, നല്ലൊരു ജോലി ഉണ്ട്, ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജോലിക്കാരുമായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട് ഇടപഴകുമ്പോൾ അവർ എപ്പോഴും ടെൻഷനാണ്, സ്ട്രെസ് ആണ്. അപ്പൊ നമുക്ക് വല്ലാവോ, നമ്മൾ ഹെൽത്തി ആവോ? ഇല്ല. ഓക്കെ, അപ്പോ ചില എന്താ പറയാ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാനായിട്ട്. എന്താ പറയാ, നമ്മള് ഫിസിക്കലി നമ്മൾ വെല്ലാവണം, നമുക്ക് ശാരീരികമായിട്ട് നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വെല്ലായിരിക്കുന്ന ഒരവസ്ഥ, മാനസികമായിട്ട് വെല്ലായിരിക്കുന്ന അവസ്ഥ, അതായത് മാനസിക സന്തോഷം കിട്ടുന്നത് നമുക്ക് വീട്ടിൽ നിന്നാകാം, അല്ലെ, ഫാമിലി മെമ്പേഴ്സുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴാകാം, അല്ലെങ്കിൽ എന്താ പറയുക ജോലി സ്ഥലത്ത് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാകാം. അപ്പൊ അതൊക്കെ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വെല്ലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പണം ഉണ്ടായിട്ട് കാര്യമില്ല, സമാധാനം വേണം. ഓക്കെ, വലിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഒരു ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഹാർഡ്ബോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ പഠനത്തിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ആയുസോടെ ജീവിച്ചിരിക്കുന്നത്, അതായത് നല്ല രീതിയിൽ ആയുസ് മനുഷ്യന് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് അവര് ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കൂടുതൽ കാലം ജീവിച്ചു പോകുന്നവർക്കാണ് കൂടുതൽ ആയുസ് ഉണ്ടാവുമെന്നാണ് ഹാർഡ്ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ പറയുന്നത്. അപ്പൊ ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത്, അതുപോലെ പെട്ടെന്ന് നര വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് മുടി നരയ്ക്കുന്നതെന്ന് പറയും അല്ലെ. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മൂലവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. എന്നാലും ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉത്പാദിപ്പിക്കണമെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഡോപാമിൻ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മള് ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും അല്ലെ. അതായത് ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഹെൽത്ത് നന്നാവുക. നമ്മുടെ മനസ്സ് നന്നായാൽ തന്നെ നമ്മുടെ ശരീരം നന്നാവും അല്ലെ. മനസ്സിന്റെ ആരോഗ്യമാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മുഖത്തും ഇതിലൊക്കെ പ്രതിഫലിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി, മെന്റലി അതുപോലെ തന്നെ സോഷ്യലി ഇവിടെ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാല് സമൂഹവുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാക്കണം, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 ഫാക്ടർ, ഒന്ന് ഫിസിക്കൽ, 2 മെന്റൽ, then സോഷ്യൽ, ഇത് 3 ഉണ്ടെങ്കിൽ 3 തരത്തിൽ വെൽബീയിങ് ആണെങ്കിൽ മാത്രമാണ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഒക്കെയാണ്. ഓക്കെ, അപ്പോ ഇതാണ് WHO ഡെഫിനിഷൻ. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം അതായത് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം, എന്തൊക്കെയാണ് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ? ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്, മോസ്കിറ്റോ. ഓക്കെ, അതായത് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്.
ഇതാണ് രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് എഴുതി നോട്ട് ചെയ്തോളൂ, ഒന്ന് എഴുതി എടുത്തോളൂ. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. Disease causing microorganism. Bacteria, virus, fungi, protozoa. Bacteria. എന്താണ്? എഴുതിയോ? ഫംഗിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയോ? FUNGI. ഫംഗി. FUNGI. ഫംഗി. പ്രോട്ടോസോവന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ? പറഞ്ഞുതരാം. PRO TO SOVA. PRO TO SOVA. പ്രോട്ടോസോവ. മിസ് ഒന്നും കൂടി പറയോ? ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്രോട്ടോസോവ. PRO TO SOVA. പ്രോട്ടോസോവ. Then ഫംഗിയുടേത് FUNGI. The next one, disease that is spread. നിങ്ങൾക്ക് അറിയോന്ന് നോക്കുക, ശ്രദ്ധിച്ചിരിക്കട്ടോ, എന്നിട്ട് പിന്നീട് എഴുതാം. Disease that is spread very quickly and generally known. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. വൈറൽ. പകർച്ചവ്യാധി. ഒരു വിഭാഗം, അതിനൊരു പേര് പറയും. ഇൻഫെക്ഷൻ. അല്ല, ഒരു ടേം ഉണ്ട് അതിന്. ക്ലൂ തരോ? ഈയിലാണ് ആരംഭിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഈയിലാണ്. എന്താ? എപ്പിഡമിക് ആണ് കേട്ടോ. എപ്പിഡമിക് ആണ്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ്. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് very quickly are generally known. Epidemics. മിസ് ഒന്നും കൂടി പറയോ? Disease that is spread. Disease that spread very quickly are generally known epidemic. എപ്പിഡമിക് മീനിങ് എന്താ മാം? എപ്പിഡമിക് മീനിങ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, അതിന്റെ മലയാളം മീനിങ് അറിയില്ല. ഇപ്പൊ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് എപ്പിഡമിക് കേട്ടോ. ഓക്കെ, പകർച്ചവ്യാധി വരും. അത് പകർച്ചവ്യാധികളല്ലേ വരിക? ഓക്കെ, അതെ.
Then അടുത്തത് ഞാൻ പറയാം, നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. Diseases are known to exist in society for a long time and cannot be completely eradicated. Diseases are known to exist in society for a long time and cannot be completely eradicated. അതായത് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക്. എൻഡമിക് കേട്ടോ, എൻഡമിക് ആണ് ആ ഒരു വേർഡ് വരുന്നത്. എഴുതിക്കോളൂ. ഡിസീസസ് ആർ നോൺ ടു എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. ഡിസീസസ് ആർ known to exist in society for a long time and cannot be completely eradicated. Completely eradicated. Completely Eradicated. Eradicated. E-R-A-D-I-C-A-T-E-D. Eradicated. തുടച്ചു നീക്കുക. ഇതാണ് കേട്ടോ. എൻഡമിക് ആണ് ആൻസർ വരുന്നത്. എൻഡമിക്. എഴുതിയോ എല്ലാവരും? അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാല് ഡിസീസ് ഓഫ് അൺനോൺ കോസ്. അൺനോൺ കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കാരണം അറിയാത്തത് കേട്ടോ. അപ്പൊ ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ്, അതായത് കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത്. അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോജെനിക് ഡിസീസസ്. ക്രിപ്റ്റോജെനിക് ഡിസീസസ്. ഒന്നുകൂടി പറയാം. ഡിസീസ് ഓഫ് അൺനോൺ. UNKNOWN. Disease of unknown cause are known as, cause in the spelling അറിയാലോ, CAUSE, cause, are known as cryptogenic diseases. Cryptogenic. CRY PTO GE NIC. CRY PTO GE NIC. Cryptogenic diseases. Okay. Then next category, diseases that spread rapidly from one country to another. എന്തായിരിക്കാം? ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത്. പാൻഡമിക്. ശരിയാണ് കേട്ടോ. പാൻഡമിക് എന്നാണ് നമ്മുടെ കൊറോണ. പാൻഡമിക്കിന് ഉദാഹരണമാണ്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് rapidly from
ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി, വളരെ വേഗം, റാപ്പിഡ്ലി ഫ്രം one country to another, one country to another. Pandemic, pandemic. ഒന്നുകൂടി പറയോ? Okay. Diseases that spread rapidly from one country to another, one country to another. The next one, diseases that are transmitted from animals to humans. Diseases that are transmitted from animals to humans. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ എന്താണ് അറിയപ്പെടുക? സൂണോസിസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സൂണോസിസ് ഇപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഡിസീസസ് that are transmitted from animals to humans, animals to humans. Zoonosis, zoonosis. Spelling please. എന്താണ് സ്പെല്ലിംഗ് ആണോ? Spelling. പറയാം. Diseases that are transmitted from animals to humans, animals to humans. Zoonosis ആണ് കേട്ടോ. ZOONOZIS. ഒന്നുകൂടെ പറയാം മിസ്സേ. ZOONOZIS. Zoonosis. Okay. അപ്പൊ എല്ലാവരും ഇതുവരെ എഴുതിയോ? ഇതുവരെ കിട്ടിയോ? ക്യാച്ച് ചെയ്തോ? ഓക്കെ. അടുത്തൊരു കാറ്റഗറി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഞാൻ പറയാം. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. യെസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതായത് തെറ്റായ ജീവിത ശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. Diseases caused by wrong lifestyle. Lifestyle diseases, ജീവിതശൈലി രോഗങ്ങൾ. എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്? What are the examples of lifestyle diseases? Sugar, pressure, cholesterol, obesity. ഷുഗർ ഉണ്ട് അല്ലെ, അതായത് ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, ഒബിസിറ്റി ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്,
ഹാർട്ട് ഡിസീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, PCOD, PCOS ഉണ്ട്, അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ട്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇപ്പൊ ഡയബറ്റീസ് സ്മോക്കിംഗ് എന്താണ്? സ്മോക്കിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അതുമൂലം ഡിസീസ് നമ്മുടെ ലങ്സിനല്ല ഉണ്ടാവുന്നത്, ക്യാൻസർ വരുന്നത്. സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് അല്ലേ, നമുക്ക് ഡിസീസ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, പക്ഷാഘാതം, സ്ട്രോക്ക്, പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകള്, ദെൻ ക്യാൻസർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഉദാഹരണമാണ്. പിന്നെ തൈറോയിഡ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആണ്. ദെൻ PCOD, PCOS പോലുള്ള ഹോർമോണൽ ചേഞ്ച് കൊണ്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊക്കെ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മൂലം ബുദ്ധിമുട്ടുന്നവർ ആരൊക്കെ ഉണ്ട്? ഇതിനകത്ത് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉള്ളവർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ? ഞാൻ ക്യാൻസർ സർവൈവർ ആണ് മാം. ലവ്ലി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടോ? 3 month കൂടുമ്പോ ഫോളോ അപ്പ് ഉണ്ട്. പിന്നെ ചെറിയൊരു ഹോർമോൺ ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. അത് ഒരു 7 വർഷത്തോളം കഴിക്കണം എന്നാ പറഞ്ഞേക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഇല്ല. വരാതിരിക്കാൻ ഇനിയും വരാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് അത്. ടാബ്ലറ്റ് കഴിക്കുന്നത്. വേറെ തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവരുണ്ടോ? ഒബിസിറ്റിയുടെ പ്രശ്നമുള്ളവരുണ്ടോ? PCOD, PCOS, PCOD ഉണ്ട് അല്ലേ? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോ? അതായത് ഡിസീസ് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം അതിന്റെ ആഫ്റ്റർ ഇതായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? എന്തെങ്കിലും ചേഞ്ചസ് വരുത്താറുണ്ടോ? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താറുണ്ടോ? ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ട്. ഓക്കെ, ജിമ്മിൽ പോകുന്നവരുണ്ടോ? ഇതിനകത്ത് ജിമ്മിൽ പോകുന്നവരുണ്ടോ? ഇല്ല, ആരും തന്നെ ജിമ്മിൽ പോകുന്നില്ല. ഇല്ല. യോഗ ചെയ്യുന്നവരുണ്ടോ? മാം. യോഗ ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ എനിക്ക് ഫുഡ് കൺട്രോൾ ഉണ്ട്. റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ല അല്ലേ? റൈസ് ഒക്കെ കഴിക്കാമോ? അതിനൊന്നും കുഴപ്പമില്ലല്ലോ. അതിനൊന്നും കുഴപ്പമില്ല മാം, വേറെ ഒന്നും കുഴപ്പമില്ല. ഓൺലി റെഡ് മീറ്റ്. ഫിഷ് എല്ലാം കഴിക്കാം, എന്ത് നട്ട്സ്, ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഓൺലി റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടാണോ? ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ടാണ് അല്ലേ? തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവര് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട്? ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമന്റ് കണ്ട തൈറോയ്ഡ് ഇഷ്യൂവിന്റെയാണ്. എക്സസൈസും ഫുഡ് കൺട്രോളും അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ടോ? തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ടോ? ഞാൻ കഴിക്കുന്നുണ്ട്. 125 തൈറോയിഡ് കഴിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും എന്താ പറയാ, ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്തു പോവാട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ആരാണ് യോഗ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ക്ലാസ്സിൽ യോഗ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് റെഡിയാണോ ചെയ്യാനായിട്ട്? മാം, ഞാനിന്ന് പുറത്തിരിക്കുക. ഞാൻ കൊച്ചിന്റെ സ്കൂളിൽ വന്നേക്കുവാണ് അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നാളെ ചെയ്യാവോ? നാളെ ഞാനായിരിക്കും. നോക്കാം. നാളെ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. ജിഷ മാം നാളെ ഇല്ല, ലീവാണ്. നെക്സ്റ്റ് വീക്ക് തുടങ്ങി ജിഷ മാമിന്റെ 2 ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. എന്റെ 1 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെ മാം,
എനിക്ക് ഞാൻ 10th എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ ഒരു സെയിം ലുക്കാണ് ഇപ്പൊ മാമിന് തോന്നുന്നത്. ഷെൽസി എന്നായിരുന്നു മാമിന്റെ പേര്. ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഷെൽസി എന്താണ് എന്നായിരുന്നു. പേര്? ഷെൽസി എന്നായിരുന്നു പേര് ടീച്ചറിന്റെ. അതെയോ? മാമിന്റെ സെയിം ലുക്കാണ്. അപ്പൊ ഞാൻ വർഷങ്ങളായി ടീച്ചർ എവിടെയെന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ സെയിം ലുക്കാണ്. അത് തന്നെ ആ വേ ഓഫ് ടോക്കിംഗ് പോലും ടീച്ചറിന്റെ തന്നെ. ടീച്ചർ സെന്റ് ലോഷ്യസ് പറവൂർ എന്നെ പഠിപ്പിച്ചത് ഹൈസ്കൂളില്. അതെയോ? മറക പോലും മാം ടീച്ചറിന് ഉണ്ടായിരുന്നു. സെയിം തന്നെ, സെയിം ടീച്ചർ തന്നെ. അപ്പൊ എനിക്കൊരു സംശയം, മിസ്സിന്റെ ആരെങ്കിലും ആണോ എന്നുള്ളത്. അല്ലല്ലേ? മിസ്സിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പറവൂര് തന്നെയാണ്, വലിയ കൊല്ലംതിരുത്ത് എന്ന് പറയും. എന്റെ വീട് കൂട്ടുകാടാണ് മാം. കൂട്ടുകാരാണോ? കൂട്ടുകാരുടെ എവിടെയാ? കൂട്ടുകാട് പള്ളിയുടെ ബാക്കില്. എന്റെ സ്വന്തം വീട് കൂട്ടുകാടാണ്. കൂട്ടുകാട് എവിടെ? കൂട്ടുകാട് PK പാലം എന്ന് പറയുന്ന സ്ഥലത്ത്. PK പാലം കേട്ടിട്ടുണ്ടോ? അത് കുഞ്ഞുരാതിരത്തിലാണോ? PC കടവാണോ? നമ്മള് തുരുത്തിപ്പുറം പോകുന്ന വഴിക്ക് അവിടെ PK പാലം. തിരുത്തിപ്പുറം പോകുന്ന വഴിക്ക് നമുക്ക് ഇതിലെ ബാക്കിൽ, പള്ളിയുടെ ബാക്കിൽ കൂടെ പോവാലോ തിരുത്തിപ്പുറത്തേക്ക്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ആ വഴി. ആണല്ലേ? അപ്പൊ ഞാൻ കൂട്ടുകാട് വരുമ്പോഴും അങ്ങനെ വരാം. എന്റെ മാമിന്റെ വീട്ടുപേരെന്താ? എന്റെ വീട്ടുപേര്, ഞങ്ങള് അവിടെ താമസിച്ചിട്ട് അധികമായിട്ടില്ല, 3 വർഷമായിട്ടുണ്ട്. ഓ, വന്നതാണ്. അപ്പൊ എവിടെയായിരുന്നു മുമ്പ്? എവിടെയായിരുന്നു? ഞങ്ങള് മുത്തകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മൂത്തൊന്നായാലും അടുത്ത് തന്നെയാണല്ലോ. ഓ, PK പാലം അല്ലേ? PK പാലം ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കാം, അറിയാം. ഓക്കെ മാം, ഇതിലെ വരുമ്പോ വിളിച്ചാ മതി, ഇതിലെ കേറ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ടീച്ചറുമായിട്ട് ബന്ധമൊന്നും ഇല്ല കേട്ടോ. ആ വേ ഓഫ് ടോക്കിംഗ് പോലും അത് സെയിം തന്നെയായിട്ട് എനിക്ക് തോന്നി. ടീച്ചർ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ടാവും മിക്കവാറും. സെന്റ് ലോഷ്യസിലാണ് പഠിപ്പിച്ചത്. പറവൂര് സെന്റ് ലോഷ്യസ് സ്കൂളിലെ, ഹൈസ്കൂളിലെ മലയാളം എടുത്ത മാമാണ്. അപ്പൊ ഞാൻ മാമിനെ കണ്ടപ്പോ തുടങ്ങി, അശ്വതി മാമിനെ കണ്ടപ്പോ തുടങ്ങി ഞാൻ ഓർക്കാൻ, ഷെൽസി മാമിന്റെ ഒരു ലുക്ക് തന്നെയായിരുന്നു ശരിക്കും പറയാം. അപ്പൊ എനിക്കൊരു സംശയം ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അവസരം കിട്ടിയപ്പോ ചോദിച്ചു. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മള് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രതിരോധശേഷി. പ്രതിരോധശേഷിയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലെ? ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. അതറിയാലോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ അതായത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. The ability of the body to prevent and destroy pathogens that have entered the body. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും, നേരത്തെ പറഞ്ഞല്ലോ മൈക്രോ ഓർഗാനിസംസ് എന്തൊക്കെയാണ്, വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്. ഇത്തരത്തിലുള്ള രോഗാണുക്കളുടെ പ്രവേശനം തടയാനും അതുപോലെ തന്നെ അവ ശരീരത്തിനകത്തേക്ക്, അതായത് ബോഡിയുടെ അകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാല് അവയെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പലരിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചില ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കാം, ചില ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു മാസത്തിൽ അവർ എത്ര ദിവസം സ്കൂളിൽ പോകേണ്ടത് നോക്കിയാൽ മതി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ മാസവും എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ ലീവ് വരാറുണ്ടോ? റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഒരേ രോഗം തന്നെ അലട്ടിക്കൊണ്ടിരിക്കാറുണ്ടോ? കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പനി വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ഇമ്മ്യൂണിറ്റിയുടെ ഡെഫിഷ്യൻസി ആയിട്ടാണ് നമുക്ക് കണക്കാക്കാനാവുന്നത്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാല്
ചിലപ്പോ കുഞ്ഞിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ചുമയോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെ പനിയോ എന്തെങ്കിലും ആയിരിക്കാം ഉണ്ടാവുക. അപ്പോ കുഞ്ഞിന് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകും. അതായത് ഇവന് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ നിന്ന് പെട്ടെന്ന് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അവൻ എത്ര പനിയുള്ള ആളുടെ അടുത്തിരുന്നാലും അല്ലെങ്കിൽ ജലദോഷമുള്ള ആളുടെ അടുത്തിരുന്നാലും ചുമയുള്ള ആളുടെ അടുത്തിരുന്നാലും ഒക്കെ എന്താണ്, യാതൊരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാവാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തിന്, അതായത് ആളുകളിൽ ഇത് ഡിഫറെന്റ് ആയിരിക്കാം, അത് കുഞ്ഞുങ്ങളിലും ഇത് ഡിഫറെന്റ് ഉണ്ടാവാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിന് രോഗാണുക്കളെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ കൊല്ലാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ന്യൂട്രിയൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് എഴുതി എടുത്തോളൂ കേട്ടോ. The ability of the body to prevent and destroy the ability of the body to prevent and destroy pathogens. മിസ് ഒന്ന് സ്പെല്ലിംഗ് അറിയോ അതിന്റെ? പാത്തോജൻസിന്റെ ആണോ? അതെ. PATH OGENS. PATH OGENS. Ma'am, the body to prevent and destroy. നശിപ്പിക്കുക, destroy. DESTROY, destroy. Pathogens that have entered the body. ഓക്കെ, എഴുതിയോ എല്ലാവരും? Okay. ഇനി നമുക്ക് അടുത്തൊരു ടേമിലേക്ക് പോകാം. That one is immunization. Immunization എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എന്താണ് immunizations? പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് എന്താണ് പ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്രിമമായിട്ട് കുത്തിവെപ്പുകളിലൂടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ ഉള്ള എന്താ പറയാ പ്രതിരോധ കുത്തിവയ്പ്പുകളെയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് എഴുതിയെടുത്തോളൂ. ഇമ്മ്യൂണൈസേഷൻസ് ദാറ്റ് ഗിവ്, ഇമ്മ്യൂണൈസേഷൻ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ ഇത് മുകളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് കെയറിന്റെ തൊട്ടടിയിലായിട്ട്. ഓക്കെ, immunization that give the body an artificial ability to fight diseases. Okay.
Immunizations that give the body an artificial ability to fight diseases. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവെപ്പുകളാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവെപ്പുകൾ. ഓക്കെ, ഇനി ഈ കൃത്രിമമായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുത്തിവെപ്പുകൾ എടുക്കുന്നുണ്ട് എന്നല്ല, അല്ലെങ്കിൽ പ്രതിരോധവൽക്കരണം, കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് എഴുതി വെക്കുക. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ artificial immunity. Substance used for artificial immunity. Vaccine. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണോ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങൾക്ക് പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നത്? 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ. എത്ര പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത് 5 വയസ്സ് വരെ? ഓരോ 6 മാസം 6 മാസം 2 പ്രാവശ്യം. 6 മാസം കൂടുമ്പോ പോളിയോ വാക്സിൻ ആണോ കൊടുക്കുന്നത്? അല്ലല്ല, അത് വേറെ വൈറ്റമിൻ എ അല്ലേ കൊടുക്കുന്നേ? വൈറ്റമിൻ ആണ് 6 മാസം. വൈറ്റമിൻ എ ആണ് 6 മാസം കൂടുമ്പോ 2 പ്രാവശ്യം. 10ാമത്തെ മാസം 14ാമത്തെ മാസം കൊടുക്കും കേട്ടോ. 7 times, 7 പ്രാവശ്യം കൊടുക്കും. 5 വയസ്സിൽ താഴെ 7 പ്രാവശ്യമായിട്ടാണ് പോളിയോ ഡ്രോപ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ടായിരുന്നോ? ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരായിരിക്കലും ഉണ്ട് ഇതിനകത്ത്? 5 വയസ്സിൽ താഴെ പ്രായമുള്ള? എന്റെ മോന് 2 വയസ്സ്. കൊടുക്കാറുണ്ട്. ഓക്കെ, കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് എഴുതിക്കോളൂ. At what age മിസ് ഒന്നോട് പറയാം. At what age? At what age is the polio drops given to children? 5 years old. 5 years old. ഒന്നുകൂടെ പറയാമോ? At what age is the polio drops given to children? 5 years old. 5 years old. Next one, how many times to give
polio drops. To give polio drops. എത്ര പ്രാവശ്യമാണ് കൊടുക്കുന്നത്? 5 വയസ്സിനിടയില് 7 times. 7. ഓക്കെ. ഞാൻ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? കഴിഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഒരു കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാം നമ്മൾ സബ്മിറ്റ് പറഞ്ഞല്ലോ, നഴ്സറിയിൽ സ്കൂളിൽ ചെന്നിട്ട് ചെയ്യുന്ന കാര്യമല്ലേ മാം? അത് മാത്രമേ പറഞ്ഞുള്ളൂ. മാൽന്യൂട്രീഷൻ നിങ്ങളോടല്ല പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ. ഞാൻ കുറച്ച് 5 മിനിറ്റ്. ഈ ചെറിയ കുട്ടികൾക്ക് വാക്സിൻ എടുക്കത്തില്ലയോ? 1.5 മാസം അങ്ങനെ ഓരോ മാസത്തില്. ആ വാക്സിൻ എടുത്തില്ല എന്ന് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ഈ അസുഖത്തിന്റെ അല്ല, അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് പറ്റാതെ വരുമോ? അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ വാക്സിൻ കൊടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക. പലതരത്തിലും ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടാണ്. ഡിഫ്തീരിയ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടല്ലോ, കുറെ അധികം രോഗങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇവയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻസ് കൊടുക്കുന്നത്. ഇത് പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്കും തന്നെ. ചില കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല, ചില കുട്ടികൾക്കാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോ ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പറയുന്നത് പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കണം എന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ അധിക തരത്തിൽ, അതായത് മുമ്പുണ്ടായിരുന്ന തരത്തിലുള്ള രോഗങ്ങളൊന്നും ഇപ്പോ സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതായത് മുമ്പ് ധാരാളം ആളുകൾക്ക് പോളിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഒരു രോഗത്തെ സൊസൈറ്റിയിൽ കാണാനായിട്ട് പറ്റും. ഇപ്പൊ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം കുറെ അധികം, അതായത് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് പോളിയോ ബാധിച്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. അത് പ്രോപ്പർ ആയിട്ട് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ വാക്സിൻ കൊടുത്തിരിക്കണം. വാക്സിൻ കൊടുത്തിട്ടും പിന്നെ രോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? വാക്സിൻ കൊടുത്താലും ആ രോഗം, ഇപ്പം മുണ്ടിനീരിനെതിരെയും ചിക്കൻ ബോക്സിനെതിരെയൊക്കെ വാക്സിൻ കൊടുത്താലും ആ രോഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ രോഗം ഉണ്ടാവുന്നുണ്ട്. ചാൻസ് ഉണ്ട്. കാരണം മറ്റുള്ളവരിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അവരായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുവിധം നമുക്ക് പ്രിവെന്റ് ചെയ്യാം, പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അത് സിവിയറിറ്റി കുറയ്ക്കാൻ കഴിയുമോ മാഡം? അതിന്റെ അപ്പൊ അതിന്റെ സിവിയറിറ്റിയെ നമുക്ക് കുറയ്ക്കാൻ ഒക്കൂലേ? ഇപ്പം പിന്നെ റെയർ ആയിട്ടല്ലേ പകരുള്ളൂ മാം. അതല്ല ചോദിച്ചാൽ, നമുക്ക് ഈ കുത്തിവെച്ച് ഇതുണ്ടല്ലോ, ഇഞ്ചക്ഷൻ കൊടുത്തേക്കുന്ന ഇത് വേറെ എവിടെയെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇപ്പൊ നമ്മള് ഈ പാസ്പോർട്ടിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിക്കത്തില്ലേ? അത് പുറത്തുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മാൻഡേറ്ററി ആയും വാക്സിനേഷൻ എടുത്തിട്ടുള്ള ബുക്ക് മാൻഡേറ്ററി ആയി സ്കൂളിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻ ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും വാക്സിനേഷൻ എടുത്ത, കാരണം പല പല പ്രശ്നങ്ങൾ വരുന്നത് കാരണം വാക്സിനേഷൻ എടുത്തിട്ടുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ ബുക്കുകൾ മാൻഡേറ്ററി ആയി എല്ലായിടവും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ എത്തിക്കൂടാ. മേ ബി അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വി കാൻറ്റ് പ്രെഡിക്റ്റ് happen or not. എന്താണ് മറിയത്തിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എന്റെ കുട്ടിക്ക് 5 മാസമായി. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഉണ്ടാവുമ്പോ ഒരു വാക്സിൻ എടുക്കത്തില്ലേ? എന്താ ഈ തോളിൽ, ഷോൾഡറിന്റെ അവിടെ ആ ഒരു വാക്സിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല.
അപ്പൊ ഞാൻ അതാ ചോദിച്ചത്, വേറെ എവിടെയെങ്കിലും ഇപ്പൊ നമുക്ക് പാസ്പോർട്ടിനൊക്കെ അപേക്ഷിക്കണമെങ്കിൽ ഇത് കാണിക്കേണ്ട ഒരു ഇതുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ, വേറെ എന്തെങ്കിലും ഇത് പ്രൊസീജിയേഴ്സ്. എടുത്തിട്ടില്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാട്ടോ. എടുത്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് കുഞ്ഞിന് എന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം. അത് കൊടുക്കാം നമുക്ക് 4 ആഴ്ച ഇടവിട്ട്. ഇപ്പോ പ്രൈമറി ഡോസ്, ഇപ്പൊ ഡിഫ്തീരിയയുടെ ഒക്കെ പ്രൈമറി ഡോസ് നമ്മൾ 6th വീക്കിലും അതുപോലെ 14th വീക്കിലും ഒക്കെയാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. 5 മാസമായിട്ടുള്ള കുഞ്ഞാണെങ്കിൽ നമുക്ക് 4 ആഴ്ച ഇടവിട്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹെൽത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അവർക്കാണ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ മാം, ഈ 1.5 മാസം, 2.5 മാസം, 3.5 മാസം അങ്ങനെയൊക്കെ ഇഞ്ചക്ഷൻ ഇല്ലേ കുട്ടികൾക്ക്? ഉണ്ട്. ഇഞ്ചക്ഷൻസ് നമുക്ക് പറയാം. അത് നമ്മൾ ഈ ചാപ്റ്റർ എടുത്ത് തുടങ്ങുമ്പോൾ വിശദമായിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ നമുക്ക് പറയാം. മാം ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഇപ്പൊ മാം പറഞ്ഞ 2 ക്വസ്റ്റ്യൻ അല്ലേ മാം? What is the polio drops given to children 5 years old? How many times to give polio drops? 2 ക്വസ്റ്റ്യൻ അല്ലേ മാം പറഞ്ഞത്? അതിന്റെ 7 times അതിന്റെ ആൻസർ 7 times in 5 years അതല്ലേ? അതെ, 7 times 5 years. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നമ്മൾ ഇന്നെടുത്ത കാര്യം എന്ന് ആർക്കെങ്കിലും ഒന്ന് സമപ്പ് ചെയ്യാമോ? ഇംഗ്ലീഷിലൊന്ന് സമപ്പ് ചെയ്യാമോ? രശ്മി ഒന്ന് ശ്രമിക്കോ, ട്രൈ ചെയ്യൂ രശ്മി. റിപ്ലൈ ഇല്ലല്ലോ. എനിക്ക് ആദ്യത്തെ കുറച്ച് പോർഷൻസ് മിസ്സായിരുന്നു മാം. ആദ്യത്തെ കുറച്ച് ഭാഗത്ത് ഞാൻ മിസ്സിംഗ് ആയിരുന്നു. അതെ 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 അല്ലേ? അതെ 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 അതെ. കാര്യം ചെയ്താൽ മതി. എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും മസ്റ്റ് ആയിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ നാളത്തേത്, അതായത് നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു സമ്മറി ആയിട്ട് എഴുതിക്കൊണ്ടുവരിക കേട്ടോ. എല്ലാവരും തന്നെ ചെയ്യാം. ഇംഗ്ലീഷിലാണ് കേട്ടോ, നിർബന്ധമായിട്ടും ചെയ്യണം. നാളെ ഞാൻ അത് വായിപ്പിച്ചിട്ടാണ് അത് റീഡ് ചെയ്യിപ്പിക്കും. ഫസ്റ്റ് തന്നെ അത് റീഡ് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മുടെ ഡിസീസസിലോട്ട് പോകും. എന്തൊക്കെ രോഗങ്ങളാണ്, ഏതൊക്കെ വാക്സിൻസ് ആണ് കുട്ടികൾക്ക് അതിനു വേണ്ടി കൊടുക്കുന്നത്, എന്തൊക്കെയാണ് രോഗങ്ങളുടെ സിംറ്റംസ്, എന്തൊക്കെയാണ് പ്രിവെന്റീവ് മെത്തേഡുകൾ, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ആക്ഷൻസ് തന്നെയാണോ? ഞങ്ങളുടെ ക്ലാസ് തന്നെയാണ്. നാളെ നിങ്ങൾ എന്നെ സഹിക്കണം കേട്ടോ. ജിഷമിന് നാളെ ലീവാണ്. നല്ല ക്ലാസ് ആണ് മാമിന്റെ. നല്ല ക്ലാസ് ആണ് അല്ലെ? അപ്പൊ അടുത്ത ആഴ്ച തുടങ്ങി ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ലേ? ഓക്കെ, താങ്ക് യു. മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ കുട്ടിക്ക് ഇപ്പൊ 4 വയസ്സായിട്ടില്ല, അടുത്ത മാസം 4 വയസ്സാവുള്ളൂ. 1.5 വയസ്സിലെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, അതിക്ക് മുൻപുള്ളതെല്ലാം എടുത്തതാണ്. അപ്പൊ ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് അതിന് ഉത്തരം പറയാ? അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹെൽത്തുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അവരോട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മള് എന്തെങ്കിലും വന്നിട്ട് നമ്മളെ വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലെ? എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ എന്താണ്, എന്റെ മോനെ എനിക്കൊരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ പറയാം. എന്റെ മോനെ ഞാൻ വൈറ്റമിൻ എ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈറ്റമിൻ എ നമ്മൾ 6 മാസം കൂടുമ്പോ കുഞ്ഞിന് കൊടുക്കേണ്ട ഒന്നാണ്. പക്ഷെ എനിക്ക് അത് മറവി കൊണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, ആ സമയത്ത് ഒരു അവയർനെസിന്റെ കുറവ് കൊണ്ടോ വൈറ്റമിൻ എ കുറച്ച് പ്രാവശ്യം മിസ്സായി പോയി. കുറെ അധികം അല്ല, ഒരു 3-4 പ്രാവശ്യം മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഒരു 4 വയസ്സ് കഴിഞ്ഞപ്പോൾ അവന് കണ്ണിന് ഭയങ്കരമായിട്ട് പ്രോബ്ലം വന്നു തുടങ്ങി. അതായത് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും കണ്ണടച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഇത് വന്നു. കുറേ അധികം ഹോസ്പിറ്റൽസിൽ കാണിച്ചു. ഇപ്പൊ അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവറിൽ പോയി, അമൃതയിൽ പോയി, ആസ്റ്ററിൽ പോയി, ഇവിടെയൊക്കെ പോയിട്ടും കണ്ണിന് വേറെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ കണ്ണടപ്പ് മാറുന്നില്ല. ഏത് സമയവും ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തൊട്ടടുത്തൊരു ക്ലിനിക്കിൽ പോയി, അടുത്ത് തന്നെ തൊട്ടടുത്തുള്ളൊരു ക്ലിനിക്കിൽ 4 വയസ്സുള്ളപ്പോ വന്നാണ്. ഇപ്പൊ അവന് 12 വയസ്സായി. ക്ലിനിക്കിൽ പോയി അവിടെ നിന്ന് ഒരു ഡ്രോപ്സ് തന്നു. ആ ഡ്രോപ്സ് കഴിച്ച് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്നു. കുട്ടിയും ഹസ്ബൻഡും വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ കുട്ടി ഏത് സമയവും ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പത്തില്.
ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പറ്റിയതായിരിക്കാം ചിലപ്പോ. അപ്പോ വൈറ്റമിൻ എ എന്നോട് ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വൈറ്റമിൻ എ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് മിസ്സായി പോയി എവിടെയോ വെച്ച്, പിന്നെ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് 5 വയസ്സ് വരെ അല്ലേ എന്തോ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോ ഇതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഉടനെ തന്നെ ഹെൽത്തുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അവര് എടുക്കാൻ പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കുക. വേറെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ആളുകളല്ലേ കേട്ടോ. അങ്ങനെ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക, സമ്മറി എഴുതിക്കൊണ്ട് വരിക ഇന്നത്തെ ക്ലാസ്സിന്റെ കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നാളെ കൊടുത്തേക്കാം. താങ്ക് യു. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? Yes, ma'am. Okay. Good morning, everyone. I am Shruti Suresh, and it is my privilege to deliver the sign out for today's class about healthcare. I just wanted to say thank you for your hard work in teaching our online class, ma'am. I really appreciate your patience and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. And I would also like to thank you all my batchmates for active participation today. Thank you. Have a good day. Okay, thank you so much. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.